ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വെണ്ടക്ക മോര് കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന തേങ്ങയൊന്നും അരച്ച് ചേർക്കാണ്ട് നല്ല കുറുകിയ ഒരു മോര് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വെണ്ടക്ക മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് കട്ടയില്ലാത്ത തൈരാണ്. കട്ടയിടുന്നുണ്ടെങ്കിൽ മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം. ഇതിനകത്തേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇടുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ ഉപ്പ്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തൈര് കട്ടിയില്ലാത്ത നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്. ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുന്നത് നമുക്ക് യൂസ് ചെയ്യാം. നമുക്കിതിനകത്തേക്ക് 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1 തണ്ട് കറിവേപ്പില. മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 10 വെണ്ടക്ക ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക നമുക്ക് ഈ ഓയിലൊന്ന് വേവിച്ചെടുക്കാം. ഇത് തുറന്ന് വെച്ച് തന്നെയാണ് ഞാൻ വേവിക്കുന്നത്, അടച്ചു വെക്കുന്നില്ല. അതുപോലെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പ് നമ്മൾ തൈര് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെണ്ടയ്ക്കയിൽ ഉപ്പിടുവാണെങ്കിൽ അതിൽ ആ ഒരു പശ സാധനം കറിയിലോട്ട് വരും. നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് ഉപ്പിടാം. വെണ്ടയ്ക്ക ഇപ്പം നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ തൈരിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക. എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ തൈര് പിരിഞ്ഞു പോകും. ഇനി ഇത് നന്നായിട്ട് ആവി വരുന്നവരെ നമുക്ക് കൈവിടാതെ ഇളക്കി തൈരിനെ ഒന്ന് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറിക്ക് മഞ്ഞൾപ്പൊടി കുറവാന്ന് തോന്നുവാണെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ കറിക്ക് നല്ല മഞ്ഞ കളർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കടലമാവ് ചേർത്തുകൊണ്ട് കറി നല്ല കുറുകിയ ഒരു പരുവത്തിൽ വരും. നമ്മൾ തേങ്ങ ഒന്നും അരച്ചിട്ടില്ലല്ലോ, അപ്പോൾ തേങ്ങ ഒന്നും അരക്കാതെ തന്നെ നല്ല കുറുകിയ ഒരു മോര് കറി നമുക്ക് റെഡിയാക്കിയെടുക്കാം. തൈര് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ തൈര് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ആവിയൊക്കെ വരുന്ന കാണാം സൈഡിൽ നിന്ന്. കറിയും നല്ലപോലെ കുറുകിയിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇപ്പം തന്നെ മാറ്റുന്നുണ്ടെങ്കിൽ മാറ്റാം കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് നമ്മുടെ വെണ്ടക്ക മോര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് എളുപ്പത്തിൽ വെണ്ടക്ക മോര് കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മോര് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന റെസിപ്പിയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം.